വേടൻ വേടനും സംഘപരിവാറും തമ്മിൽ പോരു തുടങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ. വേടനെ ആദ്യം ഒന്ന് ചൊറിഞ്ഞത് NR മധുവും ശശികലയുമാണ്. പോരാത്തതിന് 5 വർഷം മുൻപ് ഇറങ്ങിയ വേടന്റെ റാപ്പിലെ വരികൾക്കെതിരെ മിനിയുടെ പരാതിയും. അന്നുവരെ മിണ്ടാതിരുന്ന വേടൻ അവിടുന്ന് അങ്ങോട്ട് പ്രതികരിച്ചു തുടങ്ങി. ഇപ്പോ ഇതാ വീണ്ടും വേടൻ തന്നെ. തന്റെ എഴുത്തുകളും പാട്ടുകളും ആരെയെങ്കിലുമൊക്കെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷമേയുള്ളൂവെന്നും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും വേടൻ പ്രതികരിച്ചു. താൻ വേദിയിൽ കയറി തെറി വിളിക്കുന്നുവെന്ന് പറയുന്നവരോട് താൻ ഒരു വ്യക്തിയെയല്ല സിസ്റ്റത്തെയാണ് തെറി വിളിക്കുന്നതെന്നും ജാതീയമായി വിദ്യാഭ്യാസപരമായി സാമൂഹ്യമായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന് നേരെയാണെന്നും വേടൻ പറഞ്ഞു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ തന്റെ നിലപാട് പറഞ്ഞത്. ജയ് ശ്രീറാം വിളി ആദ്യമായി കേൾക്കുന്നത് ഒരാളെ കൊല്ലാൻ വേണ്ടിയോ ഉപദ്രവിക്കാൻ വേണ്ടിയുമൊക്കെയാണെന്ന് വേടൻ പറഞ്ഞു. ഞാനൊരു ദൈവവിശ്വാസിയല്ല, മര്യാദ പുരുഷോത്തമനായ രാമനെ എനിക്കറിയില്ല. ജയ് ശ്രീറാം വിളി ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരാളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ വേണ്ടിയായിട്ടാണ്. ശരൺകുമാർ ലിംബാളയെ ഉദ്ധരിച്ച് ഒരാൾ അടുത്തിടെ പറയുന്നത് കേട്ടിരുന്നു. RSSന്റെ ദണ്ഡയുടെ അടി ആദ്യം വീണത് മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനിയുടെയോ ദേഹത്തല്ല, ദളിതന്റെ ദേഹത്താണ് വീണത്. ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാകുമല്ലോ, അപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നാണ് വേടൻ പറഞ്ഞത്. ക്ലാസ് മുറികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ജാതി വിവേചനം വേടൻ കൂടുതലായും നേരിട്ടിട്ടുള്ളത്. തനിക്ക് കുറെ ക്യാഷ് ഉണ്ടായാൽ അംബേദ്കറുടെ പേരിൽ ഒരു സർവകലാശാല സ്ഥാപിക്കുമെന്ന സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ടെന്നും അംബേദ്കറിന്റെയും അയ്യങ്കാളിയുടെയും പേരുകൾ കേൾക്കുന്നത് വല്ലാത്തൊരു ഊർജമാണെന്നും വേടൻ പറയുന്നു. വേദിയിൽ പാട്ടുപാടുമ്പോൾ കുട്ടികളെ കൊണ്ട് 4-5 തവണ അയ്യങ്കാളി എന്നെല്ലാം ആവർത്തിച്ച് പറയിപ്പിക്കാറുണ്ടെന്നും വേടൻ പറഞ്ഞു. DNA രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ് വേടൻ. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുന്നവരെല്ലാം ഉണ്ട്. തൃശ്ശൂരുകാർക്ക് തെറ്റുപറ്റി. ഇത്തരക്കാരോട് ഒരേ സമയം പേടിയും സഹതാപവുമാണ് വേടന് തോന്നുന്നത്. കാരണം നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പിറവിയാൽ താൻ ഉന്നതനാണെന്ന് എങ്ങനെയാണ് ഒരാൾ ചിന്തിക്കുന്നതെന്ന് വേടൻ ചോദിച്ചു നിർത്തുന്നുണ്ട്. വേടൻ എന്ന പേര് വന്നതിനെക്കുറിച്ചും പറയുന്നു. വളരെ ചെറുപ്പത്തിൽ മുതൽ വേടൻ എന്ന പേരുണ്ട് ഹിരൺദാസ് മുരളിക്ക്. സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുക, മീൻ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വേടൻ സ്കിൽഡ് ആയിരുന്നു. അങ്ങനെ കൂട്ടുകാർ സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങിയ പേരാണിത്. സ്കൂൾ കാലത്ത് വേടന്റെ യഥാർത്ഥ പേര് ആർക്കും അറിയില്ല. എല്ലാവരും വിളിച്ച് സ്കൂളുകളിൽ മുഴുവൻ വേടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് കരുതി പേര് മാറ്റാനും വേടൻ ആലോചിച്ചിരുന്നു. പിന്നീട് വേടൻ മഹാസമാജം ഈ പേരുമായി ബന്ധപ്പെട്ട് കേസിന് പോയിരുന്നു. എന്നാൽ അതെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം അവർ അങ്ങനെ പരാതി ഉന്നയിച്ചത് എന്നാണ് വേടൻ പറഞ്ഞത്. കാലിക്കറ്റ് സർവകലാശാല 4ാം സെമസ്റ്ററിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയതിലും വേടൻ പ്രതികരിച്ചു സന്തോഷത്തോടെ. പണ്ട് വേടൻ തന്റെ സുഹൃത്തുക്കളോട് പറയും, നിങ്ങൾ കണ്ടോ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ദിവസം എന്നെക്കുറിച്ച് 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന്. വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്. എൻ്റെ ഒരു സുഹൃത്താണ് ഇക്കാര്യം എന്നോട് പറഞ്ഞതെന്നും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലെന്നും വേടൻ പറഞ്ഞു. എന്നാൽ എനിക്ക് ഇതിൽ അതിയായ സന്തോഷമുണ്ട്. തങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുക എന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ 10 വരെ കൃത്യമായി സ്കൂളിൽ പോയി പഠിച്ചു. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് തുടരാൻ കഴിഞ്ഞില്ല എന്നും വേടൻ പറയുന്നുണ്ട്. ഉള്ളിൽ കത്തിജ്വലിക്കുന്ന തീ പോലെയാണ് വേടന്റെ ഓരോ വാക്കുകളും. അവൻ നേരിട്ട അപമാനങ്ങളും ജാതി വിവേചനവും അവൻ തുറന്നു പറഞ്ഞു. അതിന് അവൻ ഉപയോഗിച്ച മാധ്യമം അവന്റെ ഉള്ളിലെ സംഗീതമായിരുന്നു. അത് പലരുടെയും ഉള്ളിൽ കിടന്ന ജാതി ചിന്തയ്ക്ക് അപമാനമുണ്ടാക്കി. അവർക്ക് മാത്രം അധികാരപ്പെട്ട എന്തോ ഒന്നാണ് അവരുടെ ഉന്നത ജാതി എന്ന സ്വയം വിശ്വസിക്കുന്നവർക്ക് വേടന്റെ വരികൾ ഒട്ടുമങ്ങോട്ട് ദഹിച്ചില്ല. വേടനെ വാക്കുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ ആവുന്നതും ശ്രമിച്ചു. അവിടെയൊന്നും തോൽക്കാതെ വേടൻ ഉയരങ്ങളിലേക്ക് പോകുന്നതിന് ഒരു പടി കൂടി വേടന്റെ വരികൾക്ക് കിട്ടിയ ഈ അംഗീകാരത്തെ കാണാം.